അല്ല, അവരൊക്കെ വലിയ വലിയ ആളുകളാണ്. ഞാൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്. രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നത് പോലെ ബിഷപ്പുമാർ സംസാരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അവർ വളരെ സൗമ്യ മനസ്കരാണ്, വളരെ ദയാലുവായിട്ടുള്ള ആളുകളാണ്. അവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി വരും. ആ ശൈലിയിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, പരിശോധിക്കണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവർ രാഷ്ട്രീയം കളിക്കുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ രാഷ്ട്രീയക്കാരൻ്റെ ഭാഷ ചിലപ്പോൾ വന്നു പോകുന്നുണ്ടോ എന്ന് അവരാ നോക്കേണ്ടത്. അത് നമ്മൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കേരളത്തിലായാലും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലായാലും രാജ്യ ആവശ്യം സാധാരണ വരാറ് രാഷ്ട്രീയ ആവശ്യം എന്നുള്ള നിലയിലാണ്. അപ്പോൾ പ്രതിപക്ഷം രാഷ്ട്രീയ ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്നാണ് ദൗർഭാഗ്യവശാൽ അതിന് ചേർന്ന് നിന്നുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്നതിലും തെറ്റൊന്നുമില്ല, രാഷ്ട്രീയ ആവശ്യം ഉന്നയിക്കുക. പക്ഷേ അവർ സംസാരിക്കുന്നതും പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിരിക്കുന്നതിലോ ഭരണകക്ഷിയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് സംസാരിക്കുന്നതും ഒരേ ശൈലിയെ ഞാനും പറഞ്ഞിട്ടുണ്ടാകും. നല്ല വാക്കുകൾ കൊണ്ടാണ് തിരുത്തിക്കേണ്ടത്. അപ്പോൾ അവരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല വാക്കാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.